ആടിനെ പിടിച്ചൊരു വീട്ടുകാരൻ വരുന്നത് കാണുമ്പോൾ ഈ ആടിൻ്റെ ഒരു വിപ്ലവം കാണാൻ ഇങ്ങനെ അടങ്ങാത്ത ദാഹമായിട്ട് നിൽക്കണം കാണാൻ വന്നു ഇണ ചേർത്ത് 2 ആടിനും 60 കൊടുക്കും പോകും. ഇങ്ങനെ ദിവസം 10 എണ്ണത്തിന് 15 എണ്ണത്തിനെയാണ് ഇണ ചേർക്കുന്നത്. ഇതൊരു 4-5 മാസം കഴിയുമ്പോഴേ ഈ ആടിന് മടുക്കും. അപ്പോൾ അവൻ മടുത്ത് അവൻ ഒരു പരുവായി, അവൻ ഇതൊന്നും വേണ്ട എന്നായി, അത്രയ്ക്കും ഓവർലോഡായിപ്പോയി. അപ്പോൾ ദൂരിൽ നിന്ന് അതാ ഒരു ആട് വരികയാണ്, കറുത്ത ആടിനെ കൊണ്ട് ഒരാൾ വരികയാണ്. അപ്പോൾ ഈ ആടിൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ നോക്കണേ, അതെ പുല്ല് മെനക്കെടുത്താൻ വരണം എന്നുള്ള രീതിക്ക് സത്യമായിട്ട് പറയുക. അതിൻ്റെ വേഗം വരൂ, ഒരു ലേഡി ഡോക്ടർ വന്നിട്ടുണ്ട്, വാതിൽ അടച്ചിട്ടില്ല, ബെഡ്റൂം തുറന്ന് നടക്കുന്നു, ഓപ്പൺ ഓഡിറ്റോറിയത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഞങ്ങളിവിടെ ഗൺമാൻ അടക്കമുള്ള ഞങ്ങളെല്ലാം കൂടെ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, ലൈവ് വ്യഭിചാരം കണ്ടുകൊണ്ടിരിക്കുന്നു. പറയൂ, എങ്ങനെയാണ് ഈ രണ്ടാം ഭാര്യ ആ വീട്ടിലെത്തിയതെന്ന് ഗണേശ് അന്വേഷിക്കണം. ഏഷ്യാനെറ്റുകാരനാണെങ്കിൽ ആദ്യ ദിവസം തന്നെ രണ്ടാം ഭാര്യയെ നേരിട്ട് ചെന്നിട്ട് കമൻറ്റ് എടുക്കുന്നുണ്ട്. ഇതൊക്കെ എടുത്തു, മറ്റേ പടങ്ങളൊക്കെ എടുത്തു, അതൊക്കെ ഞങ്ങൾക്ക് തരാമോ? ഇല്ല, ഞാനത് മറ്റേ വീണയ്ക്ക് അയച്ചു കൊടുത്തു, മുഖ്യമന്ത്രിയുടെ മകൾക്ക് അയച്ചു കൊടുത്തു. ഓക്കെ, എന്തൊക്കെയാണ് കണ്ടത് എന്നൊക്കെ പറഞ്ഞു. കഷ്ടമാണ് നമ്മുടെ പത്രക്കാരുടെ കാര്യം. വീണ ആ വിഷ്വൽ കൊണ്ടുവന്ന് അച്ഛനായ മുഖ്യമന്ത്രിക്ക് നൽകുമോ? എനിക്കതാണ് മനസ്സിലാവാത്തത്. അച്ഛൻ്റെ മന്ത്രിസഭയിലെ മന്ത്രിയില്ലേ ഗണേശൻ്റെ കുറച്ച് 4K റെസൊല്യൂഷനുള്ള നല്ല സീനുകൾ വന്നിട്ടുണ്ട്. അച്ഛാ ഒന്ന് കണ്ടു നോക്കുന്നു പറഞ്ഞൊരു മോൾ കൊണ്ട് കൊടുക്കുമോ മുഖ്യമന്ത്രിക്ക്? എന്തിനാണ് ബിന്ദു ആ വഴി പോയതെന്ന് എനിക്ക് മനസ്സിലാവില്ല. അതിനേക്കാൾ ഞാൻ ഇന്ന് ചിരിച്ച് തലചെല്ലിയത് എന്താണെന്ന് ചോദിച്ചാൽ, 3 പെൺകുട്ടികളെ നീ ഗർഭിണിയാകുമെങ്കിൽ നിന്നെ ഞാൻ കല്യാണം കഴിക്കും. അപ്പോൾ ഏത് പാവം പെൺകുട്ടികളും വീണു പോകും. കാരണം എൻ്റെ കാമുകൻ്റെ ഒരു ആത്മാർത്ഥം നോക്കൂ. എൻ്റെ ബീജത്തിൽ നിന്ന് നിൻ്റെ വയറ്റിൽ ഒരു കുഞ്ഞ് ജന്മം കൊണ്ടാൽ നിന്നെ ഞാൻ വിവാഹം കഴിക്കാം, അല്ല നീ ഒരു മച്ചിയാണെങ്കിൽ നിന്നെ എനിക്ക് വേണ്ട എന്ന് പറയുമ്പോൾ ഏത് പെൺകുട്ടിയും കടന്നു കൊടുക്കും. അങ്ങനെ 3 പെൺകുട്ടികളെ ഗർഭിണിയാക്കിയതാണ് ഔദ്യോഗികമായി പുറത്ത് വന്നത്. ഒരു 100 എണ്ണത്തിന് ഒരു വിത്തുകളായിരിക്കാം ഈ ചെറുക്കൻ. ഒരു 100 എണ്ണത്തിന് കൈസുവിൽ ഉണ്ടായിരുന്ന കാലത്ത് കൈസുവിൻ്റെ എല്ലാ പിള്ളേരും ഒരുപാട് ചോള പിള്ളേരെല്ലാം ഉപയോഗിച്ചിരിക്കാം. അങ്ങനെ ഒരു വിചിത്ര ഓഫർ വെച്ചവനാണല്ലോ ഈ തേങ്ങാക്കൂട്ടം എന്ന് പറഞ്ഞവൻ. ഗർഭിണിയായി കഴിഞ്ഞ് ചേട്ടാ ഞാൻ ഗർഭിണിയായി ചേട്ടാ, നമ്മുടെ കുഞ്ഞു വളരുന്ന ചേട്ടാ ഉദരത്തിൽ എന്ന് പറയുമ്പോൾ അതിനാൾ കഴിഞ്ഞ് അവനെ കൊണ്ട് അബോട്ടി. എന്താ ചേട്ടാ പറയണേ, നമ്മുടെ രക്തത്തിൽ വളർന്ന ആദ്യത്തെ കൺമണി അബോട്ട് ചെയ്യാനോ? അബോട്ട് ചെയ്യണം, ഞാൻ ചെയ്യില്ല. നീ ചെയ്തില്ലെങ്കിൽ നിന്നെ 5 മിനിറ്റ് വേണ്ടായിരിക്കും നിന്നെ ചവിട്ടിക്കൂട്ടായി, നിന്നെ ഞാൻ കൊല്ലും എന്ന് ഭീഷണിപ്പെടുത്തിയ ഗാന്ധിജിയുടെ ചെറുമകൻ ആ ചെറ്റ വരെ ഇന്ന് ക്യാമറ ഫ്രണ്ടിൽ നിന്ന് ഗണേശനെ വിമർശിക്കുന്നു. ആലോചിക്കേ, ഈ വ്യഭിചാരം നടത്തി ജീവിക്കുന്നവർ സദാചാരം പറയുന്നത് പോലെ ലോക അലവലാതി നിന്നുകൊണ്ട് അതാണ് ഗണേശൻ്റെ പതനം ഞാൻ പറയുന്നത്. ഹലോ, നമസ്കാരം, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇസ്മി അൻവർ ഷാ. അപ്പോൾ നമ്മുടെ പുതിയൊരു ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ പ്രിയമുള്ളവർ, ഈ ഗണേശ് വിഷയം വന്നപ്പോൾ മുതൽ ഞാൻ കാത്തിരിക്കുകയായിരുന്നു ഈ ശാന്തിയുള്ള ദിനേശേട്ടൻ്റെ ഒരു പ്രതികരണം കേൾക്കാൻ വേണ്ടി. കാരണം ഗണേശോട്ട് അത്ര അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, നല്ല സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിയാണ്. അതുമാത്രമല്ല, ഈ ആക്ഷേപഹാസ്യത്തിൽ ഇത്ര നല്ല രീതിയിൽ റിയാക്ട് ചെയ്യുന്ന ഒരു വ്യക്തി കേരളത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ശാന്തിയുള്ള ദിനേശേട്ടനെയാണ്. അപ്പോൾ പുള്ളി എന്തായിരിക്കും പറയാൻ പോകുന്നത്, പുള്ളിയുടെ കാഴ്ചപ്പാട് എന്തായിരിക്കും എന്നുള്ളത് അത് വന്നാലുടനെ നിങ്ങളുമായിട്ട് പങ്കുവെക്കണമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് എന്തായാലും ഇന്നലെ ആ വീഡിയോസ് വന്നേപ്പോണ്ട്. അപ്പോൾ ഞാൻ അത് കണ്ടു, അതാണ് ഞാൻ ഇന്ന് നിങ്ങളോട്ട് പങ്കുവെക്കാൻ പോകുന്ന വീഡിയോ. അപ്പോൾ അവസാനം വരെ നിങ്ങൾ വീഡിയോ കാണാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അതിനോടൊപ്പം നിങ്ങൾ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ചാനൽ അതിനായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ തന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്കറിയാമല്ലോ, 2026 എല്ലാ കുലിസിതങ്ങളും രാഷ്ട്രീയക്കാരുടെയും സിനിമാക്കാരുടെയും എല്ലാ അവിഹിതങ്ങളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു മോശ സമയമാണ്. അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കുക. ഇന്ന് ഗണേശ് ആണെങ്കിൽ നാളെ നിങ്ങളായിരിക്കാം. ഇപ്പോൾ ഗണേശ് മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടം, സിനിമാ മേഖലയിൽ നിന്ന് ഒരുപാട് പേര്. അപ്പോൾ ഇങ്ങനെ പോകുന്നു 2026 ചരിത്രങ്ങൾ. എന്തായാലും നമുക്ക് ആ വീഡിയോയിലേക്ക് കിടക്കാം. എല്ലാവരും അവസാനം വരെ വാച്ച് ചെയ്യുക. ഗണേശനും രണ്ടാം ഭാര്യയുമായി തെറ്റി. അവർ ആരോ എത്തി കൊടുത്ത വാർത്ത അറിഞ്ഞ് ഗണേശനെ അച്ഛൻ കൊടുത്ത വാളകത്തെ തറവാട്ട് വീട്ടിൽ ചെല്ലുന്നു. കാണാൻ പാടില്ലാത്തതെന്തോ നേരിൽ കണ്ടു. അത് 4K റെസൊല്യൂഷനുള്ള ഫോണിൽ അങ്ങ് പകർത്തി. അതൊരു ലേഡി ഡോക്ടർ ആയിരുന്നു എന്ന് പറയുന്നു. അവളായിരുന്നു ഇവളായിരുന്നു എന്നൊക്കെയുള്ള വാർത്തകളും പറക്കുന്നുണ്ട്. അവളായാലും എനിക്ക് പ്രശ്നമല്ല. നിങ്ങൾ ഓർക്കേണ്ടത്, അതൊരു മന്ത്രിമന്ദിരമല്ല, ബലാത്സംഗമല്ല, പീഡനമല്ല, കാശ് കൊടുത്തിട്ടുള്ള വ്യഭിചാരമല്ല. അയാളുടെ അച്ഛൻ അയാൾക്ക് കൊടുത്ത വീട്ടിൽ അയാളുണ്ടെന്ന് അറിഞ്ഞു വന്ന ഇയാളുമായോ എന്തോ ബന്ധം. സുപ്രീം കോടതി തന്നെ ഇപ്പോൾ വ്യക്തമായി പറയുന്നു, പ്രായപൂർത്തിയായ 2 പേർ, ഒരാണും ഒരു പെണ്ണും, പരസ്പര സമ്മതപ്രകാരം ഒരു മുറിയിൽ ഒന്നിച്ച് ശയിച്ചാൽ തെറ്റില്ല. കല്യാണം കഴിച്ചവനാണെങ്കിലും കല്യാണം കഴിച്ചവളാണെങ്കിലും നിയമം പാടില്ല എന്ന് പറയുന്നില്ല എന്നും സുപ്രീം കോടതി പറയുന്നു. ഡോക്ടറല്ല ഏതവളായാലും കൂടെയുള്ളപ്പോൾ അയാളൊരു ജനപ്രിയ നേതാവും ജനപ്രിയ മന്ത്രിയുമാകുമ്പോൾ, തെരഞ്ഞെടുപ്പ് ആസന്നമാകുന്ന വേള കൂടിയാകുമ്പോൾ, ഗണേശൻ്റെ പുക കാണാൻ കൊതിക്കുന്ന ചാമക്കാലമാർ 1000 കണ്ണുകളുമായി നടക്കുമ്പോൾ, പൊതുവെ മദ്യപിക്കാത്ത പുകവലിക്കാത്ത എന്നാൽ ഒരു വിഷയത്തിൽ മാസ്റ്റർ ഡിഗ്രി ഉണ്ടെന്ന് ശത്രുക്കൾ മാത്രമല്ല അടുത്ത മിത്രങ്ങൾ പോലും പറയുന്ന ഗണേശൻ ഗേറ്റ് അടയ്ക്കാതെ, മുൻ വാതിലടയ്ക്കാതെ, ബെഡ്റൂം കുറ്റിയിടാതെ ഒരുമളുമായി സഹശയനം നടത്തും എന്നാണ് പറയുന്നതെങ്കിൽ, എന്നാണ് ചെയ്തതെങ്കിൽ ഇയാൾക്കെന്തോ നല്ല പ്രശ്നമുണ്ട് എന്ന് ഞാൻ പറയും. പെന്തക്കോസ്ത് പാസ്റ്റർ ഒന്നും പ്രാർത്ഥിച്ചാൽ ആ നൊസ് പോകില്ല. നല്ല സൈക്കാട്രിസ്റ്റിനെ തന്നെ എനിക്ക് കാണിക്കണം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒന്നിച്ച് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദുഷ്ടന്റെ സകല പദ്ധതികളും യേശുവിന്റെ നാമത്തിൽ പൊളിഞ്ഞു മാറട്ടെ. അസൂയാലുക്കളുടെയും പഹയന്മാരുടെയും ദൃഷ്ടികൾ ഈ കുടുംബത്തിന്റെ മേൽ നിന്ന് മാറിപ്പോകട്ടെ. ഇവർക്കെതിരെ പതിയിരിക്കുന്ന എല്ലാ ശത്രുവിന്റെ തന്ത്രങ്ങളും യേശുവിന്റെ നാമത്തിൽ തകരട്ടെ. ശത്രുക്കളുടെ മേലൊരു വിജയം,
ഓ താങ്ക് യു ലോർഡ് ജീസസ്. സഹോദരങ്ങളെ, ഈ യേശുവിന്റെ അടുക്കൽ വന്ന വ്യക്തി ലജ്ജിച്ചു പോകത്തില്ലെന്ന് എത്ര പേർ സമ്മതിക്കും? ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചേ. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ പ്രിയ സാറിനും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കുന്നേ, ഇയാൾ മന്ത്രി ആയതുകൊണ്ട് പോലീസുകാർ വെളിയിലുണ്ട്, ഗവൺമെന്റ്മാർ, ഇയാളുടെ ഡ്രൈവറുണ്ട്, PA ഉണ്ട്, മറ്റവുണ്ട് മറിച്ചവുണ്ട്, എല്ലാം പുറത്തിരിക്കുമ്പോൾ ഗേറ്റ് അടയ്ക്കാതിരിക്കുമോ, കുറ്റിയിടാതിരിക്കുമോ? ഇയാളുടെ വീടിൻ്റെ മുൻവശത്തെ വാതിൽ അടയ്ക്കാതിരിക്കുമോ? ഇയാളുടെ ബെഡ്റൂമിൽ കുറ്റിയിടാതിരിക്കുമോ? അവിടെ പുറത്തുനിന്ന് ഭാര്യ ആവട്ടെ വന്നിറങ്ങി ഗേറ്റ് തുറന്ന് നടക്കുന്ന വാതിലൂടെ അകത്ത് കയറി ബെഡ്റൂമിലെ വിശാലമായി ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ സഹശയനം നടത്തുന്നത് 4K റെസൊല്യൂഷൻ വെച്ച് പകർത്തി എന്നൊക്കെ പറഞ്ഞാൽ ഇയാൾക്ക് എന്തോ പ്രശ്നമുണ്ട് എന്ന് ഞാൻ പറയും. പത്തനാപുരത്തെ വീട്ടിലോ രണ്ടാം ഭാര്യയുടെ വീട്ടിലോ നിന്ന് മന്ത്രിയുടെ യാത്രകൾ, റൂട്ട്, സമയമൊക്കെ എങ്ങനെ ഭാര്യയ്ക്ക് ലഭിക്കുന്നു? തൻ്റെ ഇത്തരം വിവരങ്ങൾ തൻ്റെ കൂടെയുള്ള വിശ്വസ്തരിൽ നിന്നും ചോർന്നു എങ്കിൽ ഗണേശൻ സൂക്ഷിക്കണം ഇനിയെങ്കിലും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ കിട്ടി? വേഗം വരൂ, ഒരു ലേഡി ഡോക്ടർ വന്നിട്ടുണ്ട്, വാതിൽ അടച്ചിട്ടില്ല, ബെഡ്റൂം തുറന്നു നടക്കുന്നു, ഓപ്പൺ ഓഡിറ്റോറിയത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത്, ഞങ്ങളിവിടെ ഗവൺമെൻറ് അടക്കമുള്ള ഞങ്ങളെല്ലാം കൂടെ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, ലൈവ് വ്യഭിചാരം കണ്ടുകൊണ്ടിരിക്കുന്നു പറയുമോ? എങ്ങനെയാണ് ഈ രണ്ടാം ഭാര്യ ആ വീട്ടിലെത്തിയതെന്ന് ഗണേശൻ അന്വേഷിക്കണം. ഇന്ന് രാവിലെ ഞാൻ TV യിൽ വാർത്ത നോക്കുമ്പോൾ നമ്മുടെ മൊട്ട അരുൺ കമൻറ്ററി പറയാണ്, മന്ത്രി വാളകത്തെ വീട്ടിൽ നിന്നും തിരിക്കാൻ പോകുന്നു. അപ്പോൾ കറുത്ത ഉടുപ്പൊക്കെ ഗണേശൻ കൈയൊക്കെ മടക്കി വെച്ച് പുറത്തിറങ്ങി ആർക്കൊക്കെ എന്തോ നിർദ്ദേശമൊക്കെ കൊടുക്കുന്നത്. ഇപ്പോൾ മന്ത്രിയുടെ വാഹനം കിളിമാനൂർ എത്താറായി, കിളിമാനൂർ കടന്നു കഴിഞ്ഞു കേട്ടോ. ഇവിടെ എങ്ങും ആയില്ലേ തടയാൻ? അതായത് കമൻറ്ററി പറഞ്ഞു കൊടുക്കണം, ഇന്നടത്തിയടാ, നീയൊക്കെ ചീമുട്ടയൊക്കെ എടുത്ത് കല്ലുമൊക്കെ എടുത്തുകൊണ്ട് റോഡിൽ ഇറങ്ങടാ, ഇതാ വരുന്നു മന്ത്രി, ഇന്നടത്തി എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അതാണ് ലൈവ്. പോലീസ് അകമ്പടിയിൽ വിശ്വാസമില്ലാത്ത ഗണേശൻ മുന്നിലും പിന്നിലും പോലീസ് എസ്കോട്ടോടെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അടി വാങ്ങിക്കാൻ പോകുന്നവർ സൂക്ഷിച്ചോ, പോലീസുണ്ട് ഫ്രണ്ടിലും ബാക്കിലും എന്നാണ് പറയുന്നത്. തലസ്ഥാനത്ത് എത്തുമ്പോഴേക്കും പ്രതിഷേധക്കാർ എത്തുമായിരിക്കും എന്നൊക്കെയാണ് മൊട്ട ആശ്വാസത്തോടെ ലൈവിൽ പറയുന്നത്. ഏഷ്യാനെറ്റുകാരനാണെങ്കിൽ ആദ്യ ദിവസം തന്നെ രണ്ടാം ഭാര്യയെ നേരിട്ട് ചെന്നിട്ട് കമൻറ്റ് എടുക്കുന്നുണ്ട്. ഇതൊക്കെ എടുത്തു, മറ്റേ പടങ്ങളൊക്കെ എടുത്തു, അതൊക്കെ ഞങ്ങൾക്ക് തരാമോ? ഇല്ല, ഞാനത് മറ്റേ വീണയ്ക്ക് അയച്ചു കൊടുത്തു, മുഖ്യമന്ത്രിയുടെ മകൾക്ക് അയച്ചു കൊടുത്തു. ഓക്കെ, എന്തൊക്കെയാണ് കണ്ടത് എന്നൊക്കെ പറഞ്ഞു. കഷ്ടമാണ് നമ്മുടെ പത്രക്കാരുടെ കാര്യം. രണ്ടാം ഭാര്യയെ നേരിട്ട് കണ്ട് ലൈവ് ചെയ്യുന്നു. പരാതിയൊന്നും ഞാൻ കൊടുത്തിട്ടുമില്ല. വിഷ്വലെല്ലാം മുഖ്യമന്ത്രിയുടെ മകൾക്ക് അയച്ചു കൊടുത്തു എന്നാണ് ബിന്ദു പറയുന്നത്. രണ്ടാം ഭാര്യ വീണ ആ വിഷ്വൽ കൊണ്ടുവന്ന് അച്ഛനായ മുഖ്യമന്ത്രിക്ക് നൽകുമോ? എനിക്കതാണ് മനസ്സിലാവാത്തത്. അച്ഛൻ്റെ മന്ത്രിസഭയിലെ മന്ത്രിയില്ലേ ഗണേശൻ്റെ കുറച്ച് 4K റെസൊല്യൂഷനുള്ള നല്ല സീനുകൾ വന്നിട്ടുണ്ട്, അച്ഛാ ഒന്ന് കണ്ടു നോക്കുന്നു പറഞ്ഞൊരു മോൾ കൊണ്ട് കൊടുക്കുമോ മുഖ്യമന്ത്രിക്ക്? എന്തിനാണ് ബിന്ദു ആ വഴി പോയതെന്ന് എനിക്ക് മനസ്സിലാവില്ല. ബിന്ദു ആണെങ്കിൽ ഒരു പത്രപ്രവർത്തകയായിരുന്ന ആളാണ്. നിങ്ങളിങ്ങനെയാണോ ഈ കാര്യം കൈകാര്യം ചെയ്യേണ്ടത് എന്നാണ് ബിന്ദുവിനോട് എനിക്ക് ചോദിക്കാനുള്ളത്. പിന്നെ ബിന്ദു ഒരു ഫസ്റ്റ് പാർട്ടിയെ വിളിച്ചു. ആരെയും റിട്ടയർഡ് DGP പ്രധാനമന്ത്രി വന്നപ്പോൾ ഒരു മൂലയിൽ നിന്നില്ലേ? ഡൽഹിയിൽ പ്രധാനമന്ത്രി എല്ലാ മെമ്പർമാരും കൗൺസിലർമാരും വരൂ, നമുക്ക് പൂങ്കാവനമാക്കാം തിരുവനന്തപുരം സിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ ട്രെയിനിങ്ങിൽ പോയല്ലോ, അതിലും പോയില്ല, മൊത്തം എടുത്തടിച്ച് നിന്നല്ലോ. ഇപ്പം നിയമസഭയിലേക്ക് മത്സരിക്കാൻ പോകുന്നു. അവരവരുടെ ബന്ധുവാണെന്ന് പറയുന്നു. എന്തായാലും അവർക്ക് അയച്ചു കൊടുക്കുന്നതൊക്കെ അവരുടെ ഗൈഡ് ലൈനിലായിരുന്നോ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഇത്തരം പ്രശ്നങ്ങൾ ചർച്ച ചെയ്യേണ്ടത് എന്ന് ബിന്ദു ഒരു നിമിഷം ആലോചിക്കണമായിരുന്നു. അവരുടെ പാർട്ടിയും അത് രാഷ്ട്രീയമായി ഗണേശനെതിരെ ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള കോമൺ സെൻസ് ഇല്ലാതായോ ബിന്ദുവിന് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. വിദ്യാസമ്പന്നയും ആളുകളോട് നല്ല ഇടപെടലുകളും ഉള്ള സ്ത്രീയാണ് ബിന്ദു. എനിക്ക് നല്ല പരിചയമുണ്ട്. നമ്മൾ പത്തനാപുരത്തെ വീട്ടിൽ ചെന്നാൽ എന്ത് നല്ല പെരുമാറ്റം എന്ന് പറയും. അധികം വർത്തമാനമില്ല, പക്ഷേ പ്ലീസിങ് ആയിട്ട് നമ്മളോട് സംസാരിക്കും. എന്ന് മാത്രമല്ല, ഗണേശൻ ആദ്യം കല്യാണം കഴിച്ചത് അവരെയാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ യാമിനിയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ ബിന്ദുവിനോട് പ്രേമം ഉണ്ടായിരുന്നു തോന്നുന്നു. അത്രയും ലവബിൾ ആയിരുന്നു അവർ രണ്ടുപേരും. ഞാൻ കാണുമ്പോൾ എവിടെ വെച്ചാണ് അവർക്ക് ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടായതെന്ന് എനിക്കറിയില്ല. ബന്ധുക്കളായും രാഷ്ട്രീയക്കാരായും നൂറുകണക്കിന് ശത്രുക്കളുള്ള ആളാണ് ഗണേശൻ എന്ന് സ്നേഹത്തോടെ അയാളോടൊപ്പം ജീവിച്ച മന്ത്രി പത്നിക്ക് തോന്നണമായിരുന്നു എന്നാണ്. എടുത്ത് ചാടരുതായിരുന്നു. അതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ഞാൻ മാത്രം പോരാ, വിത്ത് കാളയെ പോലെ ഒളിഞ്ഞും തെളിഞ്ഞും നിങ്ങൾക്ക് പരസ്ത്രീകൾ വേണമെങ്കിൽ ഞാൻ ഒഴിഞ്ഞു തരാം, നിങ്ങളായി നിങ്ങളുടെ പാടായി എന്ന് പറഞ്ഞ് ഗുഡ് ബൈ പറയുകയായിരുന്നു മാന്യത ബിന്ദു എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നിങ്ങളൊരു ജെന്റിൽ ഊണായനെ. എന്നോട് ഒരിക്കൽ എന്തോ സംസാരിച്ച് വന്നപ്പോൾ എൻ്റെ ഗണേശൻ വളരെ പോസിറ്റീവായിട്ട് എന്താ പറഞ്ഞു, ചതുളെ ഞാനെല്ലാം വെച്ച് കിട്ടി കേട്ടോ, ദൈവഭയത്തോടെ ഇനിയുള്ള കാലം കഴിയണം എന്ന് ആത്മാർത്ഥതയോടെ എന്നോട് പറഞ്ഞ ആളാണ് ഗണേശൻ. ഞാനൊരു 100 സിനിമാക്കാരോടെങ്കിലും പറഞ്ഞു കേട്ടോ, ഗണേശൻ പഴയ പോലെ ഒന്നുമില്ല, അയാൾ വഴിതെറ്റിയ ജീവിതമൊക്കെ മതിയാക്കി. അയാൾ ഇപ്പോൾ പെന്തക്കോസ്ത് ദൈവത്തിലേക്ക് വിചാരിച്ച് അയാൾ വളരെ മാന്യനായിട്ടാണ് ജീവിക്കുന്നത്. നമ്മൾ അതിന് സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ ഒരുപാട് പേരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മറ്റേ ബന്ധപ്പെടൽ 3000 കഴിഞ്ഞോ എന്ന് ജോണി ലൂക്കോസ് ചോദിച്ച വീരശൂര പരാക്രമിയെയും വെട്ടി 1ാം സ്ഥാനം നേടാനായി പരക്കം പായുകയാണോ ഗണേശ നിങ്ങളെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. മക്കൾ രണ്ടുപേരും ആൺകുട്ടികളാണ്, നല്ല ചെല്ലം പോലുള്ള 2 ആൺകുട്ടികൾ. അവർ വളർന്നു വരുന്നു. അവരുടെ അച്ഛൻ ഒരു വിത്തുകളായിരുന്നു എന്ന് പരസ്യപ്പെടുത്തുന്നത് അവർക്കെന്ത് സന്ദേശം നൽകും ഗണേശ? അതെങ്കിലും ഗണേശൻ ഓർക്കണമായിരുന്നു. ഒരു വശത്ത് സുരേഷ് ഗോപിയും മറുവശത്ത് സതീശനും, ഇതിനിടയിൽ കൂടി ഷാജഹാനെ പോലെ ലഗനും ഇല്ലാതെ നടക്കുന്ന കുറേ പേരും നിങ്ങളുടെ പതനം ആഗ്രഹിക്കുന്ന നാടാണ് കേരളം. ആ ഒരു ബോധമെങ്കിലും ഗണേശന് ഉണ്ടാകേണ്ടതായിരുന്നില്ലേ? റിപ്പോർട്ടറിൻ്റെയും മാതൃഭൂമിയുടെയും സർവേയിൽ, ഇലക്ഷൻ സർവേയിൽ ഏറ്റവും കൂടുതൽ പേർ നല്ല മന്ത്രി എന്ന് മാർക്കിട്ട ദിവസം തന്നെ നിങ്ങൾ നാണം കെട്ടു പോയില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്.
നിങ്ങൾ ഒന്നിച്ച് നീങ്ങണമെന്ന് നിങ്ങളുടെ അച്ഛൻ നിശ്ചലമായി കിടക്കുന്ന മുഖം കണ്ടിറങ്ങിയ പിണറായി പറഞ്ഞിട്ട് അനുജന് ചേച്ചി പണി തന്ന് മന്ത്രിസ്ഥാനം തെറിപ്പിച്ചിട്ട് 2.5 വർഷം കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കായി മാത്രം മന്ത്രിസഭ അഴിച്ചു പണിഞ്ഞ മുഖ്യമന്ത്രിയെ നിങ്ങൾ ഓർത്തിരുന്നെങ്കിൽ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഈ വേളയിൽ ഇത്തരം ഗുണ്ടാമണ്ടികളിൽ നിന്ന് നിങ്ങൾ ചെന്ന് ചാടാൻ പാടില്ലായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനേക്കാൾ ഞാൻ ഇന്ന് ചിരിച്ച് തലചെല്ലിയത് എന്താണെന്ന് ചോദിച്ചാൽ 3 പെൺകുട്ടികളെ നീ ഗർഭിണിയാകുമെങ്കിൽ നിന്നെ ഞാൻ കല്യാണം കഴിക്കും. അപ്പോൾ ഏത് പാവം പെൺകുട്ടികളും വീണു പോകും. കാരണം എൻ്റെ കാമുകൻ്റെ ഒരു ആത്മാർത്ഥം നോക്കൂ. എൻ്റെ ബീജത്തിൽ നിന്ന് നിൻ്റെ വയറ്റിൽ ഒരു കുഞ്ഞ് ജന്മം കൊണ്ടാൽ നിന്നെ ഞാൻ വിവാഹം കഴിക്കാം, അല്ല നീ ഒരു മച്ചിയാണെങ്കിൽ നിന്നെ എനിക്ക് വേണ്ട എന്നൊരുത്ത് പറയുമ്പോൾ ഏത് പെൺകുട്ടിയും കടന്നു കൊടുക്കും. അങ്ങനെ 3 പെൺകുട്ടികളെ ഗർഭിണിയാക്കിയതാണ് ഔദ്യോഗികമായി പുറത്തു വന്നത്. ഒരു 100 ഒരു വിത്തുകളായിരിക്കാം ഈ ചെറുക്കൻ. ഒരു 100 കെ എസ് യുവിലുണ്ടായിരുന്ന കാലത്ത് കെ എസ് യുവിൻ്റെ എല്ലാ പിള്ളേരും ഉരാരിപ്പെട്ട ചുവള്ള പിള്ളേരെല്ലാം ഉപയോഗിച്ചിരിക്കാം. അങ്ങനെ ഒരു വിചിത്ര ഓഫർ വെച്ചവനാണല്ലോ ഈ തേങ്ങാക്കൂട്ടം എന്ന് പറഞ്ഞവൻ. ഗർഭിണിയായി കഴിഞ്ഞ് ചേട്ടാ ഞാൻ ഗർഭിണിയായി ചേട്ടാ നമ്മുടെ കുഞ്ഞു വളരുന്ന ചേട്ടാ ഉദരത്തിൽ എന്ന് പറയുമ്പോൾ അതിനാൾ കരഞ്ഞ് അതിനെ കൊണ്ട് അബോട്ടി. എന്താ ചേട്ടാ പറയണേ, നമ്മുടെ രക്തത്തിൽ വളർന്ന ആദ്യത്തെ കൺമണിയെ അബോട്ട് ചെയ്യാനോ? അബോട്ട് ചെയ്യണം, ഞാൻ ചെയ്യില്ല. നീ ചെയ്തില്ലെങ്കിൽ നിന്നെ 5 മിനിറ്റ് വേണ്ടായിരിക്കും നിന്നെ ചവിട്ടിക്കൂട്ടാൻ, നിന്നെ ഞാൻ കൊല്ലും എന്ന് ഭീഷണിപ്പെടുത്തിയ ഗാന്ധിജിയുടെ ചെറുമകൻ ആ ചെറ്റ വരെ ഇന്ന് ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്ന് ഗണേശനെ വിമർശിക്കുന്നു. ആലോചിക്കേ, ഈ വ്യഭിചാരം നടത്തി ജീവിക്കുന്നവർ സദാചാരം പറയുന്നത് പോലെ ലോക അലവലാതി നിന്നുകൊണ്ട് അതാണ് ഗണേശൻ്റെ പതനം എന്ന് ഞാൻ പറയുന്നത്. ഇതുപോലുള്ള അലവലാദികൾ പോലും ഗണേശനെ തെറി വിളിക്കുന്ന കാലമാണ്. അതിന് ഇട വരുത്തരുതായിരുന്നു ഗണേശൻ. ഗണേശ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, വേദനയോടെ പറയുന്നത്, കീഴൂട്ട് രാമൻപിള്ളയെയും ബാലകൃഷ്ണപിള്ളയെയും പിണറായി വിജയനെയും 2 ആൺമക്കളെയും ഒന്നും നിങ്ങൾ ഓർക്കണ്ട. പക്ഷേ മന്നത്ത് പത്മനാഭനെയും ജി സുകുമാരൻ നായരെയും നിങ്ങൾ ഓർക്കണമായിരുന്നു. വരും കാലത്ത് NSSനെ നയിക്കാനുള്ള പ്രാപ്തിയുള്ളവനായിരുന്നു നിങ്ങൾ. സുകുമാരൻ നായർക്ക് ശേഷം ചിലപ്പോൾ അദ്ദേഹം NSSനെ നയിക്കേണ്ടത് ഗണേശനാണെന്ന് മനസ്സിൽ കുറിച്ചിരിക്കാമെന്നാണ് എൻ്റെ വിശ്വാസം. മന്നത്ത് അപ്പുവിൻ്റെ പിൻഗാമി നല്ലൊരു പെണ്ണുപിടിയനും ഭാര്യയുടെ തല്ലു വാങ്ങുന്നവനും അത് പരസ്യമായി പരസ്യപ്പെടുത്തുന്നവനും വാതിലടയ്ക്കാതെ ഭാര്യയ്ക്ക് ലൈവായി ഷൂട്ട് ചെയ്യാൻ സൗകര്യം കൊടുക്കുന്നവനുമാണെന്ന് പറയുന്നത് നായന്മാർക്ക് അപമാനമാണ്. ഗണേശ, നിങ്ങൾ ചെയ്തു കൂട്ടിയത് നായന്മാർക്ക് അപമാനമാണ്. നിങ്ങൾ കണ്ടില്ലേ, വീട് കത്തുമ്പോൾ വാഴ വെട്ടുന്നത് പോലെ ഒരുത്തൻ കണിച്ചുകുളങ്ങളിൽ ഇരുന്ന് ഗണേശനെ തെറി വിളിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി. നിങ്ങൾ അവസരം ഉണ്ടാക്കി കൊടുത്തതല്ലേ. ഫസ്റ്റ് പാർട്ടിയാണ് ഗണേശനെ തെറി വിളിക്കുന്നത് കണിച്ചുകുളങ്ങളിൽ ഇരുന്നു. പോപ്പ് നമ്മുടെ മുഖ്യൻ കുമാരനാശാൻ്റെ മേളിലിരുത്തിയ സത്യസന്ധനായ ന്യായസ്ഥനായ ഗുരുവിൻ്റെ പാത അടുകിട വ്യത്യാസമില്ലാതെ പിന്തുടരുന്ന കണിച്ചുകുളങ്ങരയിലെ പോപ്പ് ഇന്നലെ ഒരു പ്രസ്താവന ഇറക്കി, ഗണേശൻ അലവലാതിയാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഇയാളെ മോഹൻ ഗൾഫിൽ പോയിട്ടെ ചട്ടിയിൽ ആകാനുള്ളതായിരുന്നു. യൂസഫ് അലി ബായിയെ പോലെ ഒരു ദൈവപുത്രൻ ഉണ്ടായിരുന്നതിനാൽ കബൂസ് തിന്ന് കിടക്കാതെ ഊരിപ്പോന്നു. എന്നിട്ട് യൂസഫ് അലി ബായിയുടെ മതത്തെ തെറി വിളിക്കുന്ന മഹാൻ, മലപ്പുറത്തുള്ളവന്മാരെല്ലാം മറ്റവന്മാരാണെന്ന് തെറി വിളിക്കുന്ന ഈ കണിച്ചുകുളങ്ങര പോപ്പ് എന്തൊക്കെയോ ഇന്ന് വിളിച്ചു പോകുന്നുണ്ട് ഗണേശനെതിരെ. ഇയാളൊക്കെ കഴുകൻ കണ്ണുകളുമായി ചുറ്റിനുണ്ടെന്ന ബോധം ഇനി എന്നാണ് ഗണേശ നിങ്ങൾക്കുണ്ടാകുന്നത്? ശനിയാഴ്ചയും ഞായറാഴ്ചയും ഞാൻ തലസ്ഥാനത്തുണ്ടാകില്ല, എൻ്റെ നിയോജക മണ്ഡലത്തിലാകും ഫുൾ ടൈം എന്ന് താങ്കൾ എന്നോട് പറഞ്ഞപ്പോൾ എത്ര നല്ല MLA ആണ് എന്നാണ് ഞാൻ ചിന്തിച്ചത്. സത്യമായിട്ട് ഒരു നല്ല മന്ത്രിയെന്ന് ആൾക്കാരെ കൊണ്ട് പറയിപ്പിച്ചിട്ട് കൂടെ ഇത്തരം നാറിയ കഥകൾ പറയിപ്പിക്കരുതായിരുന്നു ഗണേശൻ. അപ്പോൾ പ്രിയമുള്ളവരെ കേട്ടല്ലോ, ഈ ശാന്തി വിളയായിട്ട് അത്ര അടുത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഗണേഷ് കുമാർ. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണത്തിന് വേണ്ടി ഞാൻ കാത്തിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഇതാണ്, അപ്പൂപ്പനെ അടുപ്പിലും ആകാം എന്ന അവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിൽ. പിന്നെ വേറൊരു കേസ് ഇട്ടുണ്ട് കേട്ടോ, പണ്ഡിതനും പാമരനും പെട്ടുപോകുന്ന ഒരു കേസായിട്ടാണ് ഈ സ്ത്രീ വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്തെന്ന് പറഞ്ഞാൽ സൂക്ഷിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊന്നും പറയാനില്ല. ഈ വന്ന കാലത്ത് 2026 ആധുനിക യുഗത്തിൽ സംശുക്തിയുള്ള രാഷ്ട്രീയ പ്രവർത്തകർ വേണം നമ്മളെ നയിക്കാനെന്നൊക്കെ നമുക്ക് വാശി പിടിക്കാനൊക്കാത്ത കാലഘട്ടമാണ്. കാര്യം എല്ലാം മനുഷ്യന്മാരാണ്, കൂടാതെ ചെറുപ്പക്കാരാണ് കൂടുതൽ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. അതിൻ്റേതായ ചാബല്യങ്ങൾ എല്ലാവർക്കും കാണും, എല്ലാവരെയും പോലെ. അപ്പോൾ കൺട്രോൾ ഉള്ളവരൊക്കെ പിടിച്ചിരിക്കും, ഇല്ലാത്തവരൊക്കെ ആ വഴിക്ക് പോകും. അതൊക്കെ ഇങ്ങനെ ഒരു ദിവസം പബ്ലിക്കാവും, അങ്ങനെ ആൾക്കാരെടുത്തിട്ട് അലക്കും. ഉള്ള രാഷ്ട്രീയക്കാർ നമുക്ക് ആവശ്യമുണ്ടോ അതോ ഇല്ലയോ എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അതിനുള്ള അവസരമാണ് ഇനി വരാൻ പോകുന്ന ഇലക്ഷൻ. അപ്പം നിങ്ങളെല്ലാവരും ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് നമ്മൾ നിർത്തുകയാണ്. ഇതുവരെ കണ്ടതും കേട്ടതുമായ എല്ലാവർക്കും നന്ദി പറയുന്നു. നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുന്ന പരിഗണിക്കുക. വേറൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയും എല്ലാവർക്കും ബൈ, താങ്ക് യു. പഴയ വീഡിയോ ഒക്കെ കിടപ്പുണ്ട് ചാനലിൽ, അതൊക്കെ സമയം കിട്ടുമ്പോൾ ഒന്ന് കയറി കാണുക. താങ്ക് യു.